കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. PSC പരീക്ഷകൾക്കും കേറ്റിറ്റ് പരീക്ഷയ്ക്കും അതുപോലെ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാം സെൻട്രൽ ലെവലിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് XY എന്നീ രണ്ട് സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലങ്ങളുടെ വില കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. This identity help us to find out the product of sum and difference of two numbers X and Y. ഈ ഐഡന്റിറ്റിനെ നമുക്ക് രണ്ട് തരത്തിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം ഇടതുവശത്തുള്ള X മൈനസ് Yനെ നമുക്ക് വലതുവശത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഗുണനമാണ്, വലതുവശത്തേക്ക് അല്ലെങ്കിൽ മറ്റേ വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഹരണമായി മാറുന്നു. അതായത് x² മൈനസ് y² ഡിവൈഡഡ് ബൈ x മൈനസ് y. ഇതിന്റെ വില എന്തായിരിക്കും? നോക്കൂ, ഇതിന്റെ വില എന്ന് പറയുന്നത് x പ്ലസ് y ആണ്. അതുപോലെ തിരിച്ചും x² മൈനസ് y² ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്ന് പറയുന്നത് x മൈനസ് y ആണ്. ഈ രണ്ട് സംഖ്യകളുടെയും വ്യത്യാസമായിരിക്കും ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് x മൈനസ് y the whole square divided by x² minus y² is equal to 9, then x plus y divided by x minus y is equal to എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ നല്ല ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കാം. എന്താണ് x മൈനസ് y the whole square എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 2² എന്ന് പറഞ്ഞാൽ അത് 2നെ 2മായി തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന വിലയുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് 2² എന്ന് പറഞ്ഞാൽ. 5² എന്ന് പറഞ്ഞാൽ 5നെ 5മായി തന്നെ ഗുണിക്കുന്നു. 5 times 5 ആണ് 5². അതുപോലെ x മൈനസ് y the whole square നമുക്ക് x മൈനസ് y ഇൻറ്റു x മൈനസ് y എന്ന് എഴുതാം. ഇനി എന്താണ് ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിലുള്ളത്? x² മൈനസ് y² ആണ് ഛേദത്തിലുള്ളത്. നമുക്കറിയാം ഐഡന്റിറ്റി വെച്ചിട്ട് x² മൈനസ് y² എന്ന് പറയുന്നത് x പ്ലസ് y ടൈംസ് x മൈനസ് y ആണ്. ഇനി ഇവിടെ x മൈനസ് y വെട്ടിപ്പോയാൽ ബാക്കി എന്താണുള്ളത്? x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് തന്നിട്ടുള്ളത് x മൈനസ് y the whole square divided by x² മൈനസ് y² എന്ന് പറയുന്നത് 9 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ LHSനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ് എന്ന് കിട്ടി. അതായത് x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് yയുടെ വില എന്ന് പറയുന്നതാണ് 9. ഇനി നോക്കൂ, എന്താണ് ചോദ്യത്തിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് x പ്ലസ് y ഡിവൈഡഡ് ബൈ x മൈനസ് y ആണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം നേരെ തലകീഴാക്കണം. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കണം. 9 എന്ന സംഖ്യയുടെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ ആണ് 1/9. So the value of x plus y divided by x minus y is equal to 1/9. നമ്മൾ കണ്ട കോൺസെപ്റ്റിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ല, പക്ഷെ ഈ പോർഷനിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്ത ചോദ്യം നോക്കാം. 814 the whole square minus 123 the whole square divided by 814 plus 123. ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് സംഖ്യകളുണ്ട്, 814 123.
ഇവിടെ 814 സ്ക്വയർ മൈനസ് 123 സ്ക്വയറിനെ ഇവയുടെ ഈ രണ്ട് സംഖ്യകളുടെയും തുക കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടുന്നു എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യമാണ്. എന്താണ് കിട്ടുക? നോക്കൂ, ഐഡന്റിറ്റി നോക്കിക്കേ. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇത് എക്സ് മൈനസ് വൈ ആണ് എന്ന് കിട്ടുന്നു. അതായത് 814 മൈനസ് 123 ആണ് ഉത്തരം. അങ്ങനെ 691 എന്ന് കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന രൂപത്തിലാണുള്ളത്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. അതായത് ഈ രണ്ട് സംഖ്യകളുടെയും വ്യത്യാസമാണ് ഉത്തരം. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. 591 സ്ക്വയർ മൈനസ് 195 സ്ക്വയർ ഡിവൈഡഡ് ബൈ 591 മൈനസ് 195 ഇസ് ഈക്വൽ ടു എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ രണ്ട് സംഖ്യകൾ 591ഉം 195ഉം ആണുള്ളത്. എക്സിന്റെ സ്ഥാനത്ത് 591ഉം വൈയുടെ സ്ഥാനത്ത് 195ഉം ഉണ്ട്. അപ്പം നമുക്കിവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം, ഈ രൂപത്തിലാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ന് പഠിച്ച കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് വൈ ആണ്. അതായത് ഈ രണ്ട് സംഖ്യകളുടെയും തുകയാണ്. 591നെ 195മായി കൂട്ടുമ്പോൾ 786 കിട്ടുന്നു. എളുപ്പമാണ് ചെയ്യാൻ. താഴെ മൈനസ് ആണുള്ളതെങ്കിൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സംഖ്യകളെയും കൂട്ടുകയാണ് വേണ്ടത്. ഛേദത്തിൽ പ്ലസ് ആണുള്ളതെങ്കിൽ ഉത്തരം കിട്ടാനായി ഈ രണ്ട് സംഖ്യകളും കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ താഴെയുള്ള ക്രിയയുടെ നേരെ വിപരീത ക്രിയ ചെയ്താലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. താങ്ക് യു.